ഇന്ത്യയിലെ നദികളുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, അലമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അലമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൃഷ്ണ നദിയിൽ. ഉത്തരം കൃഷ്ണ നദിയിൽ. അടുത്ത ചോദ്യം, ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം മഹാനദിയിൽ. ഉത്തരം മഹാനദി. അടുത്ത ചോദ്യം, തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ? തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ? ഉത്തരം ഭാഗീരഥി നദിയിൽ. ഉത്തരം ഭാഗീരഥി നദിയിൽ. അടുത്ത ചോദ്യം, ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കാവേരി. കാവേരി നദിയാണ് ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൊൽക്കത്ത പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹൂഗ്ലി നദിയുടെ തീരത്ത്. ഹൂഗ്ലി നദിയുടെ തീരത്ത്. അടുത്ത ചോദ്യം, അയോധ്യ നഗരം ഏത് നദിയുടെ തീരത്താണ്? അയോധ്യ നഗരം ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം സരയൂ നദിയുടെ തീരത്ത്. ഉത്തരം സരയൂ നദിയുടെ തീരത്ത്. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സാങ്പോ. സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മഹാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മഹാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ? ഉത്തരം മൈക്കല നിരകൾ. മൈക്കല നിരകൾ. അടുത്ത ചോദ്യം, താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന നദിയുടെ തീരത്ത്. ഉത്തരം യമുന നദിയുടെ തീരത്ത്. അടുത്ത ചോദ്യം, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം മഹാനദി. ഉത്തരം മഹാനദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗംഗ. ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം കൊയ്ന. കൊയ്നയാണ് മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ദാമോദർ നദി. ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്ത്? ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര്? ഉത്തരം പദ്മ. പദ്മ എന്നാണ് ഗംഗയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ആഗ്ര നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആഗ്ര നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന. ഉത്തരം യമുന. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയും പോഷക നദിയായ യമുനയും സംഗമിക്കുന്നത് എവിടെ വെച്ച്? ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയും പോഷക നദിയായ യമുനയും സംഗമിക്കുന്നത് എവിടെ വെച്ച്? ഉത്തരം അലഹബാദിൽ വെച്ച്. ഉത്തരം അലഹബാദിൽ വെച്ച്. അടുത്ത ചോദ്യം, പോങ്ക് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പോങ്ക് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബിയാസ് നദിയിൽ. ഉത്തരം ബിയാസ്. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദി ഏതാണ്? ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദി ഏതാണ്? ഉത്തരം സരസ്വതി. ഉത്തരം സരസ്വതി നദി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി? ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ഉത്തരം ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം, ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്?
ശബരി എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഗോദാവരി. ഗോദാവരിയുടെ പോഷക നദിയാണ് ശബരി. അടുത്ത ചോദ്യം, ഡൽഹി ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം യമുനയുടെ തീരത്ത്. ഉത്തരം യമുന നദി. അടുത്ത ചോദ്യം, ഏത് നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത്? ഏത് നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത്? ഉത്തരം സിന്ധു നദിയുടെ തീരത്ത്. ഉത്തരം സിന്ധു നദിയുടെ തീരത്ത്. അടുത്ത ചോദ്യം, കാർഗിൽ ഏത് നദിക്കരയിലാണ്? കാർഗിൽ ഏത് നദിക്കരയിലാണ്? ഉത്തരം സുരു നദിയുടെ തീരത്ത്. ഉത്തരം സുരു നദിയുടെ കരയിലാണ് കാർഗിൽ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര. ഉത്തരം ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ദിഹാങ്. ദിഹാങ് എന്ന പേരിലാണ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്നത്. ദിഹാങ് എന്ന പേരിലാണ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം കൃഷ്ണ നദിയിൽ. ഉത്തരം കൃഷ്ണ നദിയിൽ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഉത്തരം ദാമോദർ നദീതട പദ്ധതി. ദാമോദർ നദീതട പദ്ധതി. അടുത്ത ചോദ്യം, ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സുവർണരേഖ. ഉത്തരം സുവർണരേഖ. അടുത്ത ചോദ്യം, ദാമോദർ വാലി പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദാമോദർ വാലി പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഉത്തരം പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, മാൾവ, ഡെക്കാൻ പീഠഭൂമി എന്നിവയെ വേർതിരിക്കുന്ന നദി ഏത്? മാൾവ, ഡെക്കാൻ പീഠഭൂമി എന്നിവയെ വേർതിരിക്കുന്ന നദി ഏത്? ഉത്തരം നർമ്മദ. ഉത്തരം നർമ്മദ. അടുത്ത ചോദ്യം, സർദാർ സരോവർ ഡാം പണിതിരിക്കുന്നത് ഏത് നദിയിലാണ്? സർദാർ സരോവർ ഡാം പണിതിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം നർമ്മദ നദിയിൽ. ഉത്തരം നർമ്മദ നദിയിൽ. അടുത്ത ചോദ്യം, ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പഞ്ചാബിൽ. പഞ്ചാബ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? ഉത്തരം കൃഷ്ണ. ഉത്തരം കൃഷ്ണ. അടുത്ത ചോദ്യം, ഗോദാവരി നദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതാണ്? ഗോദാവരി നദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതാണ്? ഉത്തരം രാജമുദ്രി. ഉത്തരം രാജമുദ്രി. അടുത്ത ചോദ്യം, ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം കോസി. ഉത്തരം കോസി. അടുത്ത ചോദ്യം, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ഗോദാവരി. ഉത്തരം ഗോദാവരി. അടുത്ത ചോദ്യം, കട്ടക്ക് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കട്ടക്ക് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാനദി. മഹാനദിയുടെ തീരത്താണ് കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം ശരാവതി നദിയിൽ. ഉത്തരം ശരാവതി നദിയിൽ. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. ഉത്തരം ഗോദാവരി.
അടുത്ത ചോദ്യം, പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ? പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ? ഉത്തരം ഗോദാവരി നദിയിൽ. ഉത്തരം ഗോദാവരി നദിയിൽ. അടുത്ത ചോദ്യം, ഏത് നദിയുടെ പോഷക നദിയാണ് അളകനന്ദ? ഏത് നദിയുടെ പോഷക നദിയാണ് അളകനന്ദ? ഉത്തരം ഗംഗാ നദിയുടെ. ഗംഗാ നദിയുടെ പോഷക നദിയാണ് അളകനന്ദ. അടുത്ത ചോദ്യം, റാൻ ഓഫ് കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാകുന്ന നദി ഏതാണ്? റാൻ ഓഫ് കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാകുന്ന നദി ഏതാണ്? ഉത്തരം ലൂണി. ഉത്തരം ലൂണി. അടുത്ത ചോദ്യം, ഹിരാക്കുഡ് വിവിധോദ്ദേശ ജലസേചന പദ്ധതി ഏത് നദിയിലാണ്? ഹിരാക്കുഡ് വിവിധോദ്ദേശ ജലസേചന പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം മഹാനദിയിൽ. ഉത്തരം മഹാനദിയിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് നദി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് നദി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഛത്തീസ്ഗഡ്. ഉത്തരം ഛത്തീസ്ഗഡ്. രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന നദിയുടെ തീരത്ത്. യമുന നദിയുടെ തീരത്ത്. അടുത്ത ചോദ്യം, വിജയവാഡ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വിജയവാഡ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൃഷ്ണ നദിയുടെ തീരത്ത്. ഉത്തരം കൃഷ്ണ നദിയുടെ തീരത്ത്. അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ മരുഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാജസ്ഥാനിലെ മരുഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം സരസ്വതി. ഉത്തരം സരസ്വതി. അടുത്ത ചോദ്യം, ശരാവതി നദി ഏത് സംസ്ഥാനത്താണ്? ശരാവതി നദി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടക. ഉത്തരം കർണാടക. അടുത്ത ചോദ്യം, കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം കാവേരി നദി. ഉത്തരം കാവേരി നദി. അടുത്ത ചോദ്യം, മേട്ടൂർ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? മേട്ടൂർ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം കാവേരി നദിയിൽ. ഉത്തരം കാവേരി നദിയിൽ. അടുത്ത ചോദ്യം, നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി സംരക്ഷണം.